ഹലോ. ഇന്നിപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഞാനൊന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. ഒരു കാപ്പിയൊക്കെ കുടിച്ച്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നല്ല മഴക്കോളുണ്ടായിരുന്നു. നല്ല കറുത്ത് ഇരുണ്ട് ഇപ്പം പെയ്യും എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതുമാത്രമല്ല, നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഒന്നും നടന്നില്ല. ഒന്ന് ചാറിയിട്ട് പോയതേ ഉള്ളൂ. അതെന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ചെന്നൈയിലാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. തൊട്ടയൽ സംസ്ഥാനത്ത് മഴ പെയ്യുമ്പോൾ ചെന്നൈയിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ചാറുമെങ്കിലും വേണമല്ലോ. പക്ഷെ എന്താ പറയുക, ആ ഒരു കാലാവസ്ഥ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോഴേക്കും ഒരുപാട് സന്തോഷമായി. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ, വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ എപ്പോഴും പറയും ഇവിടെ നല്ല മഴക്കോളമാണ്, വെയിൽ കണ്ടിട്ട് 2-3 ദിവസമായി എന്നൊക്കെ പറയുമ്പോഴേക്കും ശരിക്കും നൊസ്റ്റാൾജി അടിക്കുക. കാരണം നല്ല പോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മൂടി പോയിച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ എന്ത് സുഖമായിരുന്നു. ഇവിടെയാണെങ്കിൽ ചൂടെന്ന് പറഞ്ഞാൽ അതിഭയാനകമായ ചൂട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ നമുക്ക് എന്താ പറയുക, നമ്മൾ തന്നെ ചൂസ് ചെയ്തൊരു ലൈഫാണ്. നമുക്ക് ഇതൊക്കെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഡിന്നർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ചപ്പാത്തിയും പനീർ കറിയാണ്. അപ്പോൾ ബിജു പറഞ്ഞു, ഞാൻ ശരിക്കും പ്ലാൻ ഉണ്ടായിരുന്നത് ഇഡ്ഡലി ആയിരുന്നു. പക്ഷേ ബിജുവിന് ചപ്പാത്തിയും പനീറും മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ പരിപാടിയിലോട്ടങ്ങ് കിടന്നു. അപ്പോൾ ചപ്പാത്തിയും പനീറും ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. ഞാൻ ഈ പനീർ കറി വയ്ക്കുന്നത് ഞാൻ ഒരു 2-3 യൂട്യൂബ് ചാനലൊക്കെ റെഫർ ചെയ്തിട്ട് അവസാനം എല്ലാം കൂടി കൂട്ടി കലർത്തിയാണ് പനീർ വയ്ക്കുന്നത്. അതുപോലെ തന്നെ പനീറിൻ്റെ മാഗ്നേഷനും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ബിജു വന്നു ജോലി കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ അവനോട് കുറച്ച് വീട്ടുവിശേഷങ്ങൾ പറയാൻ പോയതാണ്. തിരിച്ചു വന്നപ്പോഴേക്കും കുറച്ചൊന്ന് കരിഞ്ഞു പോയായിരുന്നു. പക്ഷേ എന്നാലും ടേസ്റ്റിനൊരു വ്യത്യാസമില്ല. കരിഞ്ഞാലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നല്ല അടിപൊളി പനീറായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ പനീർ പച്ചയ്ക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ പനീർ വാങ്ങിച്ച് എനിക്ക് കിട്ടാറില്ല. കാരണം എനിക്ക് അവിടെ 3 പട്ടികളുണ്ട്. ആ പട്ടിയേക്കും ഈ പനീർ എന്ന് പറഞ്ഞാൽ അത്രയും ജീവനാണ്. എൻ്റെ അമ്മ പനീറൊക്കെ വാങ്ങിച്ച് പട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് തന്നെ തോന്നും, ഓഹ് എന്ത് ലൈഫാവട്ടെ ലൈഫ് എന്നൊക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും പട്ടികളും ഒരേ ഫുഡൊക്കെയാണ് കഴിക്കാറ്. പിന്നെ അത് കഴിഞ്ഞ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞാനൊന്ന് പോയി ഫ്രഷായിട്ട് വന്നിട്ട് ചപ്പാത്തിയും പനീർ കറിയും. നല്ല വിശപ്പുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, ബൈ, ഗുഡ് നൈറ്റ്.